വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് അഗാപ്പെ. ഒരു ഇടവേളയ്ക്ക് ശേഷം അഗാപ്പയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ഭൂലോകകോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. കവി ശരിക്കും അറിഞ്ഞു പാടിയതാണെന്ന് തോന്നുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ കഥ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയ മനുഷ്യൻ ഒരിക്കലും തമ്മിൽ തല്ലുകയില്ല, അതും മതങ്ങളുടെ പേരിൽ. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കാം. പ്രപഞ്ചത്തിന്റെ വിസ്തൃതി എന്നത് ശരിയായി നിർണയിക്കുവാൻ ഒരു മനുഷ്യന് ഒരിക്കലും ആവില്ല. കാരണം അത് അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 ബില്യൺ വർഷങ്ങൾ പ്രായമുള്ള, അല്ലെങ്കിൽ അത്രയും പ്രായമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിന്റെ വ്യാസം എന്ന് പറയുമ്പോൾ അത് നമുക്ക് നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചം മാത്രമാണ് കേട്ടോ. ഏകദേശം 93 ബില്യൺ പ്രകാശ വർഷമാണ്. അതായത് കിലോമീറ്റർ കണക്കിനെടുത്താൽ 8.8 ശേഷം 23 പൂജ്യങ്ങൾ ഇടുമ്പോൾ കിട്ടുന്നത്ര കിലോമീറ്ററുകൾ. ഇത് നമുക്ക് നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിന്റെ, അതല്ലെങ്കിൽ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ വിസ്തൃതി മാത്രമാണെന്നിരിക്കെ യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചം ഇതിലും അനേകം മടങ്ങ് വ്യാപ്തിയുള്ളതാണ്. അതായത് ഒരു പക്ഷേ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ വിസ്തൃതിയോടൊപ്പം ഇനിയും ഒരു 23 പൂജ്യങ്ങൾ കൂടിയാൽ കിട്ടുന്നത്ര മടങ്ങ്, കിലോമീറ്ററുകളല്ല, അത്രയും മടങ്ങ് വലുതാകാം യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചത്തിന്റെ വ്യാപ്തി. ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. യഥാർത്ഥ കണക്കുകൾ ആർക്കും ലഭ്യമല്ല. അത് നമ്മുടെ പ്രപഞ്ചത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴുള്ള പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയിൽ നിന്നും അത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ പ്രപഞ്ചം വീണ്ടും വികസിച്ചിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ഈ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സിയായ മിൽക്കി വേ അഥവാ ആകാശഗംഗ മണിക്കൂറിൽ 8,28,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് ഒരു കേന്ദ്രത്തിന് ചുറ്റും വലം വെക്കുന്നു. ഇത്രയും സ്പീഡിൽ സഞ്ചരിച്ചിട്ടും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കാൻ നമ്മുടെ കുഞ്ഞൻ അഥവാ വലിയ കുഞ്ഞൻ മിൽക്കി വേ ഒരു 250 ദശലക്ഷങ്ങൾ വർഷങ്ങൾ എടുക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പ്രപഞ്ചം ചലനത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാം ചലനമയം. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ, സൂര്യന് വലം വെക്കുന്ന ഗ്രഹങ്ങൾ, ആകാശഗംഗയ്ക്ക് വലം വെക്കുന്ന സൗരയൂഥം, മറ്റൊരു കേന്ദ്രത്തിന് വലം വെക്കുന്ന ആകാശഗംഗ, പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ഗാലക്സികൾ. ഇത് പ്രപഞ്ചത്തിന്റെ ഒരു മഹാനടനം തന്നെയാണ്. ഇനി ഈ ഗാലക്സികൾ അനുനിമിഷം അകന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടന സമയത്ത് കണങ്ങൾക്ക് ലഭിച്ച പ്രവേഗം കാരണമാണ്. ഈ വികാസം എല്ലാ ദിശകളിലേക്കും സമാനമായി സംഭവിക്കുന്നു. ഗാലക്സികൾ തമ്മിൽ അകലുന്നെങ്കിലും അതിനുള്ളിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അത്ര കണ്ട് മാറുന്നില്ല. അതായത് നമ്മുടെ പ്രപഞ്ചം ഒരു മഹാപ്രഹേളികയാണ്. ഇത്രയും വർണ്ണിച്ചത് പ്രപഞ്ചത്തിന്റെ അഥവാ പ്രപഞ്ച രഹസ്യങ്ങളുടെ വ്യാപ്തി എത്രയെന്ന് നമുക്കൊരിക്കലും അളക്കാനാവില്ല എന്ന് മനസ്സിലാക്കി തരാനാണ്. നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരങ്ങളല്ലാത്ത അനേകം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിനുള്ളിലുണ്ട്. ചില കളറുകൾ, ചില ശബ്ദങ്ങൾ, ഇവയൊന്നും മനുഷ്യർക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അവയൊക്കെ നാം നിസ്സാരരെന്ന് കരുതുന്ന പക്ഷിമൃഗാദികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ കൊച്ചുഭൂമിയെ കടൽ തീരത്തെ മണൽത്തരിയോട് പോലും ഓർമ്മിക്കാനാവില്ല. നമുക്കതിനെ ഒരു മണത്തരിക്കുള്ളിലെ ആറ്റം അഥവാ അണുവിനോട് ഉപമിക്കാൻ പറ്റും. ഇനി ഈ ചെറിയ അണുവിനുള്ളിൽ ജീവിക്കുന്ന അതിലും കുഞ്ഞന്മാരായ ജീവികളാണ് മനുഷ്യർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന നമ്മൾ. മനുഷ്യനെ കുറിച്ച് കാണുകയല്ല കേട്ടോ, മനുഷ്യന്റെ വലിപ്പം അഥവാ സൈസ് അതെത്രയെന്ന് മനസ്സിലാക്കി തരികയാണ്. ഇനി ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമായിരിക്കില്ല ജീവജാലങ്ങൾ, അല്ലേ? എത്രയേറെ സൗരയൂഥങ്ങളുണ്ട്, എത്രയേറെ ഗാലക്സികളുണ്ട്. ഇനി വേറൊരു സങ്കല്പം പാരലൽ യൂണിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചം എന്നതാണ്. അതുണ്ടോ എന്നോ ഇല്ല എന്നോ നമുക്ക് തീർത്തു പറയാനാവില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയുള്ള ജീവജാലം വെറും മനുഷ്യൻ മാത്രമാണെന്ന് വിചാരിക്കുന്ന നമ്മളും അതും ഒരു പക്ഷെ തെറ്റായിരിക്കാം. നമ്മളെക്കാൾ അനേകം ബുദ്ധിശക്തിയുള്ള വേറെ ജീവജാലങ്ങൾ വേറെ ഗ്രഹങ്ങൾക്കുള്ളിലും കാണാം. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ സ്ഥാനം എന്താണ്? മനുഷ്യനെ ഒരു അണുവിനോട് പോലും ഉപമിക്കാൻ സാധിക്കുമോ?
പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെപ്പറ്റിയോ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെപ്പറ്റിയോ ഒട്ടും തന്നെ ഗ്രാഹ്യമില്ലാത്ത എല്ലാ മനുഷ്യരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് നമ്മുടെ ദൈവം അല്ലെങ്കിൽ എൻ്റെ ദൈവം ആണെന്നത്. എന്നാൽ പിന്നെ ആ ദൈവം ഒന്നു തന്നെയാകില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ ദൈവങ്ങളുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുന്നത്? മതങ്ങൾ വേണ്ട എന്നല്ല, മതങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എല്ലാവരും അവരവരുടെ ദൈവത്തിൽ വിശ്വസിക്കട്ടെ. നമുക്ക് വേണ്ടത് ഈ മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനമാണ്. ഒരു മതത്തിൻ്റെ വക്താവ് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അംഗം എന്നതിലുപരിയായി എല്ലാവരെയും മനുഷ്യരായി കാണാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരു മലമുകളിൽ എത്തിച്ചേരാൻ അനേകം പാതകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മലമുകളാണ് നമ്മുടെ ലക്ഷ്യമായ സ്വർഗം അഥവാ മോക്ഷം എന്നിരിക്കൽ ഓരോ മതങ്ങളെയും നമുക്ക് ഓരോരോ പാതകളായി കാണാം. എൻ്റെ പാതയിൽ മാത്രം എല്ലാവരും സഞ്ചരിക്കണം എന്ന് ശഠിക്കാതെ ഓരോരുത്തരും അവർക്കിഷ്ടപ്പെട്ട വഴിയിൽ സഞ്ചരിക്കട്ടെ. നമുക്ക് മലമുകളിൽ ഒത്തുചേരാമല്ലോ. വസുദൈവ കുടുംബകം എന്ന ഹൈന്ദവ സങ്കല്പത്തെയും സ്നേഹം എന്ന ക്രിസ്ത്യൻ മാർഗത്തെയും മഹത്തായ അഷ്ടാംഗമാർഗം പറഞ്ഞു തന്ന ബുദ്ധിസ്റ്റെയും നമ്മൾ താഴ്ത്തിക്കാണരുത്. സ്നേഹം പഠിപ്പിച്ചു തന്ന ക്രിസ്തുവിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഒരു പുൽക്കൂട് ഒരുക്കാം, സ്നേഹത്തിൻ്റെ പുൽക്കൂട്. അവിടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കട്ടെ. മെറി ക്രിസ്മസ് ആൻഡ് താങ്ക് യു.